നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 11 വർഷമായി ഹിന്ദു രാഷ്ട്രത്തിനായി കേന്ദ്ര സർക്കാർ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണെന്ന് KPCC സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ മുത്തലീബ്. ഇന്ദിരാഗാന്ധി രക്തസാക്ഷിയായത് മതേതരം സംരക്ഷിക്കാനെന്നും മുത്തലീബ്. വോട്ട് കൊള്ളയ്ക്കെതിരെ CPMഉം മുഖ്യമന്ത്രിയും പ്രതിഷേധിക്കാത്തത് തെരഞ്ഞെടുപ്പ് അട്ടിമറിയിൽ പങ്കുള്ളതുകൊണ്ടെന്നും ആരോപണം. പാലക്കാട് DCCയുടെ നേതൃത്വത്തിൽ സിഗ്നേച്ചർ ക്യാമ്പ്. ക്ഷേമ പെൻഷൻ നൽകുന്നവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് KSKTU നടത്തുന്ന സംഗമങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടെന്ന ആരോപണവുമായി കോൺഗ്രസ്. ഓങ്ങല്ലൂർ പഞ്ചായത്ത് പരിധിയിലെ സംഗമങ്ങൾക്കെതിരായി വാടനാകുറിശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. പെൻഷനുകൾ എല്ലാവരുടെയും അവകാശമാണെന്നും അത് ഔദാര്യമല്ലെന്നും പെൻഷന്റെ പേരിൽ വിളിച്ചു ചേർക്കുന്ന സംഗമങ്ങൾ തിരിച്ചറിയണമെന്നും വാടനാകുറിശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് P. രൂപേഷ്. പെരിങ്ങോട്ടുകുറിശി പരുത്തിപ്പുള്ളിയിൽ അദ്ഭുത പ്രതിഭാസം. തറനിരപ്പിൽ നിന്നും 3 അടി ഉയരത്തിൽ ഭക്ഷണം പാചകം ചെയ്യാൻ കെട്ടിയ അടുപ്പിൽ നിന്നും ഉറവ പൊട്ടി ഒഴുകുന്ന പ്രതിഭാസത്തിന്റെ രഹസ്യമറിയാതെ വീട്ടുകാർ. അദ്ഭുത പ്രതിഭാസത്തിന്റെ പൊരുളറിയാൻ എത്തുന്നത് നിരവധി പേർ. വാർത്തകൾ വിശദമായി. 11 വർഷമായി ഹിന്ദു രാഷ്ട്രത്തിനായി കേന്ദ്ര സർക്കാർ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണെന്ന് KPCC ജനറൽ സെക്രട്ടറി അബ്ദുൽ മുത്തലീബ്. ഇന്ദിരാഗാന്ധി രക്തസാക്ഷിയായത് മതേതരത്വം സംരക്ഷിക്കാനെന്നും മുത്തലീബ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അട്ടിമറിയിൽ പങ്കുള്ളതുകൊണ്ടാണ് വോട്ട് കൊള്ളയ്ക്കെതിരെ CPMഉം മുഖ്യമന്ത്രിയും പ്രതിഷേധിക്കാത്തതെന്നും അഡ്വക്കേറ്റ് അബ്ദുൽ മുത്തലീബ് ആരോപിച്ചു. പാലക്കാട് DCC സംഘടിപ്പിച്ച സിഗ്നേച്ചർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് അട്ടിമറിയെക്കുറിച്ച് കോൺഗ്രസ് ഉയർത്തിയ ആക്ഷേപങ്ങളെയും ആരോപണങ്ങളെയും കണ്ടില്ലെന്ന് നടിച്ചവർ ഇന്ന് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് പ്രതികരിച്ചു തുടങ്ങി. ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീനെക്കുറിച്ച് ആക്ഷേപവും പരാതിയുമുണ്ട്. തിരിമറി നടത്താനും അട്ടിമറിക്കാനും കഴിയുന്ന വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തിരിമറി നടത്തിയാണ് BJP അധികാരം പിടിച്ചെടുത്തത്. പ്രധാനമന്ത്രി മത്സരിച്ച വാരാണസിയിലുൾപ്പെടെ നിരവധി മണ്ഡലങ്ങളിൽ വോട്ട് കൊള്ള നടന്നു. അച്ഛനും അമ്മയും ആരെന്നില്ലാത്ത വീടും സ്ഥലവും മേൽവിലാസമായി ഇല്ലാത്ത ലക്ഷക്കണക്കിന് വോട്ടുകൾ വ്യാപകമായി ചേർത്തു. ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഉന്നത ഉദ്യോഗസ്ഥർ യന്ത്രസഹായം തേടി. ജാള്യതയും ക്രമക്കേടും മറച്ചുവെക്കാൻ രാഹുൽ ഗാന്ധിയെ നിശബ്ദനാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേരളത്തിലും വോട്ട് കൊള്ള വ്യാപകമാണ്. വാർഡ് തിരിക്കുന്നത് തൊട്ട് ക്രമക്കേട് നടന്നിട്ടുണ്ട്. വിജയമുറപ്പിക്കാനായി ഒരു വാർഡിലുള്ളവരെ മറ്റ് വാർഡുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. രാഷ്ട്രീയ താൽപര്യത്തിന് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ കേരളത്തിലും ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ നെറികെട്ട സമീപനമാണ് കേരള സർക്കാരും ചെയ്യുന്നത്. അതുകൊണ്ടാണ് വോട്ട് കൊള്ളയിൽ ലോകം ഞെട്ടിയിട്ടും കേരളത്തിലെ CPMഉം മുഖ്യമന്ത്രിയും പ്രതികരിക്കാത്തതെന്നും അബ്ദുൽ മുത്തലീബ് പറഞ്ഞു. DCC പ്രസിഡന്റ് A. തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം CV. ബാലചന്ദ്രൻ, KPCC സെക്രട്ടറി C. ചന്ദ്രൻ, DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS. ജയഘോഷ്, UDF ജില്ലാ ചെയർമാൻ P. ബാലഗോപാൽ, INTUC ജില്ലാ പ്രസിഡന്റ് അനന്തകൃഷ്ണൻ, V. രാമചന്ദ്രൻ, അജാസ് കുഴൽമന്ദം, കൗൺസിലർമാർ, മണ്ഡലം ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ക്ഷേമ പെൻഷൻ നൽകുന്നവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് KSKTU നടത്തുന്ന സംഗമം ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള തട്ടിപ്പാണെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി. ഓങ്ങല്ലൂർ പഞ്ചായത്ത് പരിധിയിലെ സംഗമങ്ങൾക്കെതിരെയാണ് വാടനാകുറിശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് P. രൂപേഷ് രംഗത്തെത്തിയത്. ക്ഷേമ പെൻഷനുകൾ എല്ലാവരുടെയും അവകാശമാണെന്നും ആരുടെയും ഔദാര്യമല്ലെന്നും പെൻഷന്റെ പേരിൽ വിളിച്ചു ചേർക്കുന്ന സംഗമങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്നും രൂപേഷ് പറഞ്ഞു. സർക്കാരിൻ്റെ ക്ഷേമ പെൻഷനുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് KSKTU വിളിച്ചു ചേർക്കുന്ന ആത്മാഭിമാന സംഗമത്തിനെതിരെയാണ് കോൺഗ്രസ് ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ക്ഷേമ പെൻഷനുകൾ ആരുടെയും ഔദാര്യമല്ല, അത് അവകാശമാണ്. ക്ഷേമ പെൻഷനുകൾ വാങ്ങിക്കുന്നവരുടെ വീടുകളിലെത്തി KSKTUവിൻ്റെ പേരിൽ നോട്ടീസ് നൽകുകയും ഇത്തരം സംഗമങ്ങളിൽ പ്രത്യേകം പങ്കെടുക്കണമെന്നുമാണ് പറയുന്നതെന്നും വാരണാസി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് P. രൂപേഷ് കുറ്റപ്പെടുത്തി. ഇത്തരത്തിൽ ക്ഷേമ പെൻഷനുകൾ നൽകുന്നവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന സംഗമങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ തട്ടിപ്പാണെന്ന് P. രൂപേഷ് ആരോപിച്ചു. കേരളത്തിലെ പെൻഷൻ ക്ഷേമ പെൻഷനുകൾ എല്ലാവരുടെയും അവകാശമാണ്. ഇത് ചില ആളുകളുടെ ഔദാര്യമല്ല എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇത് പറയാനുള്ള കാരണം എന്താണെങ്കിൽ, ഇപ്പോൾ KSKTU വില്ലേജ് കമ്മിറ്റി എന്ന പേരിൽ ഒരു ആത്മാഭിമാന സംഗമം എന്ന് പറഞ്ഞിട്ടൊരു നോട്ടീസ് അടിച്ചിട്ടുണ്ട്. ഈ നോട്ടീസ് വിതരണം ചെയ്യുന്നത് ഇവിടുത്തെ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്ന ആളുകൾ പെൻഷൻകാരുടെ വീട്ടിലെത്തിയിട്ട് അവരോട് ഈ മീറ്റിങ്ങിൽ നിർബന്ധമായിട്ട് പങ്കെടുക്കണം, എന്നാലാണ് ഭാവി പരിപാടികൾ ആലോചിക്കാൻ നമുക്ക് പറ്റുള്ളൂ. പെൻഷൻ വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഈ മീറ്റിംഗ് എന്നാണ് ഇവർ പറയുന്നത്. നമുക്കറിയാം, ഈ 2020 ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ഇവരുടെ പ്രകടന പത്രികയിൽ എല്ലാ ക്ഷേമ പെൻഷനുകളും 2500 രൂപ ആക്കുമെന്നായിരുന്നു ഇവരുടെ പ്രധാന വാഗ്ദാനം.
പക്ഷേ ഈ അവസാന നിമിഷം വരെയും 1600 രൂപയിൽ നിന്ന് കഴിഞ്ഞ ബഡ്ജറ്റിലടക്കം 1 രൂപ കൂട്ടാൻ പോലും ഈ പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുമെന്ന് സർക്കാർ നേരത്തെ പറഞ്ഞിട്ടും ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല. എന്നാൽ ഇത്തരം സംഗമങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്നും ഇതിൽ നിന്നും പിന്തിരിയണമെന്നും പി. രൂപേഷ് ആവശ്യപ്പെട്ടു. ഒരു ഇലക്ഷൻ തട്ടിപ്പാണ്. ഏത് സമയത്തും ഇത്തരത്തിലുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജീർണിച്ച മുഖമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഇപ്രാവശ്യവും നമ്മൾ കണ്ടു. ഇതിൽ നിന്നും പരമാവധി ആളുകൾ ഇതൊരു തട്ടിപ്പാണ് എന്ന് കണക്കാക്കിയിട്ട്, ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ഇലക്ഷൻ അജണ്ടയാണെന്ന് കണക്കാക്കിയിട്ട് ഇതിൽ നിന്നും പരമാവധി ആളുകൾ പിന്തിരിയണം എന്നാണ് എനിക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പെരുങ്ങോട്ടുകുറിശി പരുത്തിപ്പുള്ളിയിൽ അത്ഭുത പ്രതിഭാസം. തറനിരപ്പിൽ നിന്നും 3 അടി ഉയരത്തിൽ ഭക്ഷണം പാചകം ചെയ്യാൻ കെട്ടിയ അടുപ്പിൽ നിന്നും ഉറവ് പൊട്ടി ഒഴുകുന്ന പ്രതിഭാസത്തിൻ്റെ രഹസ്യമറിയാതെ വീട്ടുകാർ. അത്ഭുത പ്രതിഭാസത്തിൻ്റെ പൊരുളറിയാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. വീടിൻ്റെ പരിസരത്ത് തോടോ മറ്റോ ജലസ്രോതസ്സുകളോ ഇല്ല. പരിസരത്ത് ജലവിതരണ പൈപ്പുകളോ ഒന്നും തന്നെയില്ല. അടുപ്പുകെട്ടിയ വളപ്പിൻ്റെ തൊട്ടടുത്ത് പാറക്കൂട്ടങ്ങളാണ്. ഇത്തരം സാഹചര്യത്തിൽ മഴയോ വെയിലോ ഭേദമില്ലാതെ അടുപ്പിൽ നിന്നും ഉറവ പൊട്ടി തെളിനീരൊഴുകുകയാണ്. അടുപ്പിൽ നിറഞ്ഞു നിൽക്കുകയല്ലാതെ പുറത്തേക്കൊഴുകാറില്ല. അടുപ്പ് നിറഞ്ഞത് മുക്കിക്കളഞ്ഞാൽ വീണ്ടും അതേപടി നിറഞ്ഞു നിൽക്കും. വീട്ടുവളപ്പിലെ കിണർ അടുപ്പ് തിട്ടിനേക്കാൾ 6 അടിയോളം താഴ്ചയിലാണ്. നല്ല വെയിലിറക്കുമ്പോഴാണ് നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഞങ്ങൾക്ക് സംശയം. ഇപ്പൊ മഴ പെയ്യുമ്പോ എവിടെയെങ്കിലും പിന്നെ മഴ പെയ്തിട്ട് ഞങ്ങൾക്ക് അല്ല ഉണങ്ങി ഈ ഇടയിൽ കുറെ വെയിലിറച്ചില്ല. അപ്പോഴും ഉണ്ടായിരുന്നു. നമ്മുടെ കിണറെല്ലാം നിലമട്ടത്തിൽ നിന്ന് താണു വരും. ഇത് 3 ദിവസം ഇങ്ങനെ വരുന്നത്. ഇതിന് യാതൊരു ടച്ചും ഇല്ല. ഇത്ര ഉയരത്തില് പൈപ്പുകളൊന്നുമില്ല. അവിടെ മുകളിൽ കിണറിൽ അത്ഭുത പ്രതിഭാസത്തിൻ്റെ പൊരുളറിയാൻ നിരവധി പേർ ഇവിടെ ഇത് കാണാനെത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഒറ്റപ്പാലത്ത് 1 മാസം നീണ്ടുനിന്ന ICS മിലാദ് കോൺഫറൻസ് വലിയ ആവേശത്തിലാണ് സമാപിച്ചത്. സമാപനം കുട്ടികളുടെ റാലി, മൗലീദ് പരിപാടികൾ, വിവിധ കലാപരിപാടികൾ, മധുരവും വിതരണവും എന്നിവ ഉണ്ടായി. സമാപന സമ്മേളനത്തിൽ ICS ജനറൽ സെക്രട്ടറി സിദ്ദിഖ് സഖാഫി അധ്യക്ഷത വഹിച്ചു. ഉസ്താദ് അഷ്റഫി, നാസർ തെക്കിനിമഠം എന്നിവർ പങ്കെടുത്തു. പ്രസംഗങ്ങളിൽ മിലാദിൻ്റെ ആത്മീയവും സാമൂഹികവുമായ പ്രാധാന്യങ്ങൾ ഉന്നയിക്കുകയും ICS നടത്തുന്ന വിദ്യാഭ്യാസ സാമൂഹിക പ്രവർത്തനങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ചും വിശദീകരിച്ചു. കുട്ടികളുടെയും യുവജനങ്ങളുടെയും സജീവ പങ്കാളിത്തം പരിപാടികൾക്ക് പ്രത്യേക ആവേശമായി. സമൂഹത്തെ ഏകോപിപ്പിക്കുകയും മതസാംസ്കാരിക മൂല്യങ്ങൾ പുതുതലമുറയിൽ വളർത്തുകയും ചെയ്യുന്ന പരിപാടികളാണ് ICS തുടർച്ചയായി സംഘടിപ്പിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള മോട്ടോർ തൊഴിലാളി ബോർഡ് ക്ഷേമനിധി കുടിശ്ശിക നിവാരണത്തിന്റെ ഭാഗമായി വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച ജാഥയുടെ ഫ്ളാഗ് ഓഫ് AITU സംസ്ഥാന വൈസ് പ്രസിഡന്റും ബോർഡ് ഡയറക്ടറുമായ KC ജയപാലൻ നിർവഹിച്ചു. കുടിശ്ശിക ഭീമമായതോടെ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യ വിതരണം തടസ്സപ്പെട്ട നിലയിലാണ്. ആനുകൂല്യ വർധനവ് ആവശ്യപ്പെടുന്ന വേളയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യത്തിൽ കാലതാമസം വരുന്നത് ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ബോർഡ് കുടിശ്ശിക നിവാരണ ബോധവൽക്കരണ വാഹനജാഥ സംഘടിപ്പിച്ചത്. ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി T. ഗോപിനാഥ്, ഡയറക്ടർ ഡോക്ടർ T. വേണു, ബസ് ഉടമ പ്രതിനിധി T. വിദ്യാധരൻ, വിവിധ സംഘടനാ ഭാരവാഹികളായ KP ജോഷി, V. ശിവദാസ്, K. ശിവദാസ്, കോതപുരം വാസു, എക്സിക്യൂട്ടീവ് ഓഫീസർ അബ്ദുൽ ഹക്കീം, ക്ലർക്ക് ജയശ്രീ എന്നിവർ സംസാരിച്ചു. തൊഴിലാളികളെ അംഗത്വം പുതുപ്പിക്കുന്നതിനും പുതിയ തൊഴിലാളികളെ ഇതിൽ അംഗത്വം ചേർക്കുന്നതിനും ബോർഡ് വളരെ ആസൂത്രിതമായി വളരെ കൃത്യമായി എല്ലാ ജില്ലകളിലും ജില്ലാ ഓഫീസർമാരും ഉപദേശക സമിതി അംഗങ്ങളും ഉൾപ്പെടെ ഗൗരവമായ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. എന്നാൽ അതുകൊണ്ടും ഈ പദ്ധതിയിൽ ചേരുന്നതിന് പലപ്പോഴും തൊഴിലാളികൾ തയ്യാറാകുന്നില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സീഡ് എക്കോ ക്ലബ്ബ്, ദേശീയ ഹരിതസേന, KSEB കോട്ടായി സെക്ഷൻ സഹകരണത്തോടെ ഊർജ്ജ സംരക്ഷണ ക്യാമ്പയിൻ നടന്നു. സബ് എഞ്ചിനീയർ ശിവദാസൻ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. സബ് എഞ്ചിനീയർ ശിവദാസൻ കുട്ടികൾക്ക് ക്ലാസ് നയിച്ചു. സ്കൗട്ട് മാസ്റ്റർ അജേഷ് പദ്ധതി വിശദീകരിച്ചു.
ആവശ്യമില്ലാത്ത സമയത്ത് ലൈറ്റ്, ഫാൻ, പ്രൊജക്ടർ എന്നിവ എല്ലാ ക്ലാസ് മുറികളിലും ഓഫാക്കുക, ടാങ്ക് നിറഞ്ഞാലും മോട്ടോർ പ്രവർത്തിക്കുന്നതിന് പരിഹാരം കാണാനും മറ്റുമുള്ള നിർദ്ദേശങ്ങൾ ചർച്ചയിൽ ഉയർന്നുവന്നു. മാസത്തിൽ ഒരിക്കൽ പദ്ധതിയുടെ വിശകലനം നടത്തണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കേരളശ്ശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമം നടത്തി. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും ചെയ്തുകൊണ്ടെങ്കിൽ ഇനി ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ഇവിടെ ഇനി ഓരോ വ്യക്തികളും നേടിയെടുക്കാനുള്ള എല്ലാ കാര്യവും നേടിയെടുക്കാൻ സാധിക്കട്ടെ. സർക്കാരിലുള്ള അപകടങ്ങൾ മാറ്റി നമുക്ക് നേടിയെടുക്കാനുള്ള അവകാശങ്ങൾ മാറ്റി തരാനുള്ള ഒരു നേതൃത്വം എന്നിട്ടുണ്ടാകട്ടെ. എന്നറിയ പാലക്കാട് ബ്ലോക്ക് അടിസ്ഥാനത്തിലും കേരളശ്ശേരി യൂണിയൻ പെൻഷൻകാർക്ക് പല പരിപാടികൾ നടത്താറുണ്ട്. നമ്മുടെ കുള്ളശ്ശേരി സ്കൂളിലേക്ക് 2025 പ്രവേശനോത്സവത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് വി ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി പി എൻ മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി. പി രാജഗോപാലൻ മാസ്റ്റർ, സി കൃഷ്ണദാസ്, എം ശിവശങ്കരൻ, കെ രാമൻകുട്ടി, സരസ്വതി, കെ കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മുതിർന്ന അംഗങ്ങളായ എം ശിവശങ്കരൻ, ബാലകൃഷ്ണൻ, LSS വിജയി, ശ്രീലക്ഷ്മി എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് നടന്ന ആരോഗ്യ സെമിനാറിൽ വയോജനങ്ങളും ആരോഗ്യ സംരക്ഷണവും എന്ന വിഷയത്തിൽ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നാരായണൻ നമ്പൂതിരി പത്രിപ്പാല ക്ലാസ് നയിച്ചു. TG ശ്രീവത്സൻ സ്വാഗതവും നാരായണൻകുട്ടി നന്ദിയും പറഞ്ഞു. ക്ലാസ് നയിച്ച മെഡിക്കൽ ഓഫീസറെയും സംഘാടകർ ആദരിച്ചു. തുടർന്ന് കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. കോട്ടായി പഞ്ചായത്ത് തല കേരളോത്സവം സമാപിച്ചു. കോട്ടായി ജനശക്തി ക്ലബ്ബ് 314 പോയിന്റോടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. 135 പോയിന്റ് നേടി ചമ്പ്രക്കുളം ശ്രുതി ക്ലബ്ബ് രണ്ടാം സ്ഥാനവും 86 പോയിന്റ് നേടി ഓടന്നൂർ KBFC മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്ക് ട്രോഫിയും സമ്മാനങ്ങളും വിതരണം ചെയ്തു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് അധ്യക്ഷത വഹിച്ചു. S ശശികുമാർ സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TR മഹേഷ് കുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V വിനീത, പഞ്ചായത്ത് അംഗങ്ങളായ C അനിത, S ഗീത, MR രജിത, K മിനിമോൾ, ലക്ഷ്മിക്കുട്ടി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് ലൈബ്രറിയൻ CK പഴനൻകുട്ടി, ടെക്നിക്കൽ അസിസ്റ്റന്റ് രശ്മി, പ്രേരകന്മാരായ ഷർജ, വിജയം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മണ്ടൂർ പള്ളിപ്പടി അറേബ്യൻ സ്റ്റാർസ് ക്ലബിന്റെ മുഴുവൻ ടീം അംഗങ്ങൾക്കും പൊതുപ്രവർത്തകൻ SJN നജീബ് സൗജന്യമായി ജേഴ്സി വിതരണം ചെയ്തു. കുട്ടികളെ പന്തുകളിയിൽ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. പത്രിപ്പാല ബ്രദേഴ്സ് ക്ലബ്ബ് രക്ഷാധികാരിയും പഞ്ചായത്ത് അംഗവുമായ AA ഷിഹാബ് ജേഴ്സികൾ വിതരണം ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. കാലമായി ഇത്തരം പ്രവർത്തനങ്ങളിൽ 4-ാം വാർഡിലും മണ്ടൂർ പഞ്ചായത്തിലും എല്ലാവിധ വികസന പ്രവർത്തനങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളും വളരെ നന്നായിട്ടാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാങ്കിൽ നിന്ന് കിട്ടുന്ന അദ്ദേഹത്തിന്റെ ചെറിയ ഓണറേറിയം വെച്ച് ഇവിടെ പൊതുപ്രവർത്തന രംഗത്ത് നല്ല മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കാർഡ് കൊട്ടുകയും കുട്ടികൾക്ക് ജേഴ്സി നൽകുകയും ഫുട്ബോൾ നൽകുകയും ഇപ്പോൾ ഒരാഴ്ച മുമ്പ് ഒരു കുട്ടിക്ക് പത്രിപ്പാല വെച്ച് കാണുകയും ആ കുട്ടിക്ക് ഡ്രസ്സും ഫുട്ബോളും നൽകാൻ പ്രേരിപ്പിക്കുകയും അദ്ദേഹം ഫുട്ബോൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായി. SJN നജീബ് അധ്യക്ഷത വഹിച്ചു. NCP മണ്ഡലം പ്രസിഡന്റ് K ശങ്കരനാരായണൻ, P പ്രമോദ്, V ഹരിദാസ്, PH ജലീൽ, NS ഹംസ, ഫാറൂഖ്, NS സിദ്ദിഖ്, K സൈദലവി, A ഷഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. ടീമിന് 3 വർഷം മുമ്പ് 4-ാം വാർഡ് മെമ്പർ കെയർ പദ്ധതിയിലും ജേഴ്സികൾ നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. കല്ലേക്കാട് കിഴക്കഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ 28 ഞായറാഴ്ച പാട്ട് താലപ്പൊലി ഉത്സവം വിപുലമായ പരിപാടികളോടെ നടക്കും. ക്ഷേത്രം തന്ത്രി അണ്ടലാടിമന പരമേശ്വരൻ നമ്പൂരിപ്പാടും കളമെഴുത്ത് കലയിൽ 50 വർഷം പൂർത്തീകരിച്ച ആചാര്യൻ വേണുഗോപാലക്കുറുപ്പും കാർമ്മികത്വം വഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശത്രുദോഷം, ആഭിചാരദോഷം, ദൃഷ്ടിദോഷം, ദാരിദ്ര്യം എന്നിവയെല്ലാം ഈ വഴിപാടിലൂടെ നീങ്ങുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ ആദ്യമായി നടത്തുന്ന കളംപാട്ട് താലപ്പൊലി ഉത്സവത്തിന് ഞായറാഴ്ച ക്ഷേത്രം തന്ത്രി അണ്ടലാടിമാന പരമേശ്വരൻ നമ്പൂതിരിപ്പാടും കളമെഴുത്ത് കലയിൽ 50 വർഷം പൂർത്തീകരിച്ച ആചാര്യൻ വേണുഗോപാലക്കുറുപ്പും കാർമ്മികത്വം വഹിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ശ്രീ കിഴക്കഞ്ചേരി ഭഗവതി ക്ഷേത്രം ഒരു വലിയൊരു ഗ്രാമമായിരുന്നെന്നും ടിപ്പു സുൽത്താൻ്റെ പടയോട്ടത്തോടനുബന്ധിച്ച് ആ ഗ്രാമത്തിൽ നിന്നും ബ്രാഹ്മിൻസും മറ്റു സമുദായക്കാരും പലായനം നടത്തി ഇന്ന് കാണുന്ന വടക്കഞ്ചേരിക്കടുത്തുള്ള മൂലങ്കോട് എന്നുള്ള ആ കാടുകളിൽ കയറിയെന്നും അവർ ഉണ്ടാക്കിയ ഭക്തി നിർഭരമായിട്ടുള്ള ഈ കിഴക്കഞ്ചേരി ഭഗവതി ക്ഷേത്രം അതിപുരാതനവും അതിപ്രാചീനവുമുള്ള ഒരു ക്ഷേത്രമാണ്. ഇല്ലനിറ എന്നുള്ളൊരു സംരംഭം വർഷങ്ങളായിട്ട് നടത്താത്തത് കഴിഞ്ഞ ജനുവരി 26-ാം തീയതി കൂടിയ കമ്മിറ്റി, വികസന കമ്മിറ്റി അത് ഏറ്റെടുക്കുകയും എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ KK രഘുനാഥ് സാറുടെ നേതൃത്വത്തിലും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ പ്രകാരം വിഷുക്കണിയും
മറ്റു പലരും നടത്താൻ ഇന്ന് കഴിഞ്ഞിരുന്നു. അതുപോലെ വഴിപാടായി നമ്മൾക്ക് വാസുവിദ്യ കൃഷ്ണസ്വാമി അവരുടെ ഇമ്രാന്തിരി അവരുടെ അറിയിപ്പോടുകൂടി കിഴക്കുഭാഗം ഒരു വലിയൊരു ഗേറ്റ് ഉണ്ടാക്കണമെന്നും വഴിപാടുകൾക്ക് പ്രത്യേക കൗണ്ടർ ഉണ്ടാക്കണമെന്നും എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണവും സാന്നിധ്യവും സഹകരണം കൊണ്ട് അത് ഈ വലിയൊരു സംരംഭം വലിയൊരു വിജയമാക്കാൻ കഴിഞ്ഞത് എല്ലാ ഭക്തജനങ്ങളുടെ നിർലോഭമായിട്ടുള്ള സ്നേഹം കൊണ്ടും സഹകരണം കൊണ്ടും മാത്രമാണ് ഈ വികസന സമിതി മുന്നോട്ട് പോകുന്നത്. എല്ലാ ഭക്തജനങ്ങളും ഇതിനോട് സഹകരിക്കണമെന്നും ഞങ്ങളിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറവുകൾ അത് പറഞ്ഞ് തീർത്തി തരണമെന്നും എല്ലാവരോടും പറഞ്ഞുകൊണ്ട് വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ രഘുനാഥ്, രക്ഷാധികാരി രാധാകൃഷ്ണൻ നായർ, വികസന സമിതി സെക്രട്ടറി രാജഗോപാൽ, ജോയിന്റ് സെക്രട്ടറി മണികണ്ഠൻ, ജോയിന്റ് ട്രഷറർ വിനോദ് മന്തത്ത്, വൈസ് പ്രസിഡന്റ് ഗംഗാധരൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മണികണ്ഠൻ, അപ്പുകുട്ടൻ, ക്ലർക്ക് രാധാകൃഷ്ണൻ വാര്യർ, മറ്റു ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 11 വർഷമായി ഹിന്ദു രാഷ്ട്രത്തിനായി കേന്ദ്ര സർക്കാർ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണെന്ന് KPCC സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ മുത്തലീബ്. ഇന്ദിരാഗാന്ധി രക്തസാക്ഷിയായത് മതേതരം സംരക്ഷിക്കാനെന്നും മുത്തലീബ്. വോട്ട് കൊള്ളയ്ക്കെതിരെ CPM-ഉം മുഖ്യമന്ത്രിയും പ്രതിഷേധിക്കാത്തത് തെരഞ്ഞെടുപ്പ് അട്ടിമറിയിൽ പങ്കുള്ളതുകൊണ്ടെന്നും ആരോപണം. പാലക്കാട് DCCയുടെ നേതൃത്വത്തിൽ സിഗ്നേച്ചർ ക്യാമ്പ്. ക്ഷേമ പെൻഷൻ നൽകുന്നവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് KSKTU നടത്തുന്ന സംഗമങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടെന്ന ആരോപണവുമായി കോൺഗ്രസ്. ഓങ്ങല്ലൂർ പഞ്ചായത്ത് പരിധിയിലെ സംഗമങ്ങൾക്കെതിരായി വാടനാകുറിശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. പെൻഷനുകൾ എല്ലാവരുടെയും അവകാശമാണെന്നും അത് ഔദാര്യമല്ലെന്നും പെൻഷന്റെ പേരിൽ വിളിച്ചു ചേർക്കുന്ന സംഗമങ്ങൾ തിരിച്ചറിയണമെന്നും വാടനാകുറിശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് P. രൂപേഷ്. പെരിങ്ങോട്ടുകുറിശി പരുത്തിപ്പുള്ളിയിൽ അത്ഭുത പ്രതിഭാസം. തറനിരപ്പിൽ നിന്നും 3 അടി ഉയരത്തിൽ ഭക്ഷണം പാചകം ചെയ്യാൻ കിട്ടിയ അടുപ്പിൽ നിന്നും ഉറവ പൊട്ടി ഒഴുകുന്ന പ്രതിഭാസത്തിന്റെ രഹസ്യമറിയാതെ വീട്ടുകാർ. അത്ഭുത പ്രതിഭാസത്തിന്റെ പൊരുളറിയാൻ എത്തുന്നത് നിരവധി പേർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.